ബജറ്റിൽ കേരളത്തിന് പ്രത്യേക ധനകാര്യ തിരുത്തൽ പാക്കേജ് വേണം. CPI. നമസ്കാരം. ഈ ദിവസത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ വിശേഷങ്ങളുമായി ജനേകം ടോപ്പ് 10 ന്യൂസിലേക്ക് സ്വാഗതം. നടപ്പ് സാമ്പത്തിക വർഷം കേന്ദ്രം ഏർപ്പെടുത്തിയ കടമെടുക്കൽ നിയന്ത്രണങ്ങൾ കാരണമുണ്ടായ 21,000 കോടിയിലധികം രൂപയുടെ വിഭവശേഷി വിടവ് പരിഹരിക്കുന്നതിന് ബജറ്റിൽ കേരളത്തിന് പ്രത്യേക ധനകാര്യ തിരുത്തൽ പാക്കേജ് വേണമെന്ന് CPI ആവശ്യപ്പെട്ടു. പാർലമെന്റിന്റെ ബജറ്റ് സമ്മേളനത്തിന് മുന്നോടിയായി വിളിച്ചു ചേർത്ത സർവകക്ഷി യോഗത്തിൽ CPI രാജ്യസഭാ MP P സന്തോഷ് കുമാറാണ് ഇക്കാര്യം ഉന്നയിച്ചത്. ബാങ്ക് പ്രവൃത്തി ദിവസം 5ആയി നിജപ്പെടുത്തണമെന്നാവശ്യപ്പെട്ട് യുണൈറ്റഡ് ഫോറം ഓഫ് ബാങ്ക് യൂണിയൻസ് ദേശവ്യാപകമായി നടത്തിയ പണിമുടക്ക് വിജയമെന്ന് സംഘടനകൾ. പൊതുമേഖല, സ്വകാര്യ മേഖലാ ബാങ്കുകളിലെ ജീവനക്കാരും ഓഫീസർമാരുമടക്കം 8 ലക്ഷത്തോളം ജീവനക്കാർ നടത്തിയ പണിമുടക്കിൽ പങ്കാളികളായെന്ന് നേതാക്കൾ അറിയിച്ചു. റിപ്പബ്ലിക് ദിനത്തിന് മുന്നോടിയായി രാജസ്ഥാനിൽ നിന്ന് വൻതോതിൽ സ്ഫോടക വസ്തുക്കൾ കണ്ടെത്തി. ഉഗ്ര സ്ഫോടന ശേഷിയുള്ള 10,000 കിലോ അമോണിയം നൈട്രേറ്റും ഡിറ്റണേറ്റുകളുമാണ് നാഗൂർ ജില്ലയിലെ ഹർസൌറിൽ നിന്ന് ഞായറാഴ്ച രാത്രിയോടെ പിടികൂടിയത്. രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടന്ന പരിശോധനയിലാണ് കണ്ടെത്തൽ. യുവാവ് ബസ്സിൽ ലൈംഗികാതിക്രമം കാട്ടിയെന്നാരോപിച്ച് സമൂഹ മാധ്യമങ്ങളിൽ ദൃശ്യങ്ങൾ പ്രചരിപ്പിച്ചതിന് പിന്നാലെ യുവാവ് ആത്മഹത്യ ചെയ്ത കേസിലെ പ്രതി ഷിംജിത മുസ്തഫയുടെ ജാമ്യാപേക്ഷ കോടതി തള്ളി. കുന്നമംഗലം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് ഷിംജിതയ്ക്ക് ജാമ്യം നിഷേധിച്ചത്. ദേശീയപാത ഉപരോധ കേസിൽ ഷാഫി പറമ്പിൽ എംപിക്ക് 1000 രൂപ പിഴയും കോടതി പിരിയും വരെ തടവും വിധിച്ച് പാലക്കാട് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി. 2022 ജൂൺ 24 രജിസ്റ്റർ ചെയ്ത കേസിലാണ് നടപടി. തുടർച്ചയായി കോടതിയിൽ ഹാജരാകാത്തതിന് ഷാഫിക്കെതിരെ കഴിഞ്ഞയാഴ്ച അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ചിരുന്നു. വയനാട്ടിൽ രാഹുൽ ഗാന്ധിയുടെ MP ഓഫീസ് SFI പ്രവർത്തകർ തല്ലി തകർത്തതിൽ പ്രതിഷേധിച്ച് ദേശീയപാതയിൽ ചന്ദ്രനഗറിൽ ചെമ്പ്രലോട് പാലത്തിന് സമീപം ഉപരോധിച്ചതിനാലാണ് കേസെടുത്തത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ അടയ്ക്കേണ്ട വസ്തുനികുതി കുടിശ്ശികയുടെ പിഴപ്പലിശ മാർച്ച് 31 വരെ ഒഴിവാക്കിയതായി തദ്ദേശ സ്വയംഭരണ മന്ത്രി MB രാജേഷ് അറിയിച്ചു. പിഴപ്പലിശ ഉൾപ്പെടെ നികുതി അടച്ചവർക്ക് പിഴപ്പലിശയ്ക്ക് തുല്യമായ തുക അടുത്ത വർഷത്തെ നികുതിയിൽ വരവ് ചെയ്തു നൽകും. പൊതുജനങ്ങൾക്ക് ഏറെ പ്രയോജനപ്രദമായ ഒരു തീരുമാനമാണ് സർക്കാർ സ്വീകരിച്ചിരിക്കുന്നതെന്ന് മന്ത്രി പറഞ്ഞു. ഏലത്തൂരിൽ യുവതിയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവം കൊലപാതകമെന്ന് പോലീസ്. ഒരുമിച്ച് ജീവനെടുക്കാമെന്ന് പറഞ്ഞ് യുവതിയെ വിളിച്ചു വരുത്തി ആൺസുഹൃത്ത് വൈശാഖൻ യുവതിയെ കൊലപ്പെടുത്തുകയായിരുന്നു. കൊലപാതക ശേഷവും വൈശാഖൻ ലൈംഗിക പീഡനം നടത്തി. വൈശാഖൻ ലൈംഗിക വൈകൃതമുള്ളയാളാണെന്നും പോലീസ് പറയുന്നു. ഈ മാസം 22-നാണ് പ്രതി വൈശാഖന്റെ മാളിക്കടവിലെ ഇൻഡസ്ട്രിയൽ സ്ഥാപനത്തിൽ യുവതിയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ സ്വതന്ത്ര വ്യാപാര കരാർ ഒപ്പുവെച്ചു. മദർ ഓഫ് ഓൾ ഡീൽസ് എന്നാണ് കരാറിനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിശേഷിപ്പിച്ചത്. കാറുകളടക്കം യൂറോപ്പിൽ നിന്നുള്ള പല ഉൽപ്പന്നങ്ങൾക്കും കരാർ അനുസരിച്ച് വില കുത്തനെ കുറയും. വ്യാപാര കരാറിന് പുറമെ പ്രതിരോധ സുരക്ഷാ കരാറും ഒപ്പുവെച്ചു. ചരിത്ര മുഹൂർത്തം എന്നാണ് കരാറിനെ യൂറോപ്യൻ യൂണിയൻ വിശേഷിപ്പിച്ചത്. യൂറോപ്യൻ യൂണിയൻ വാർത്താ ഏജൻസിയായ AFP ആണ് കരാർ വിവരങ്ങൾ പുറത്തുവിട്ടത്. ജപ്പാൻ കടലിലേക്ക് 2 ബാലിസ്റ്റിക് മിസൈലുകൾ വിക്ഷേപിച്ച് ഉത്തര കൊറിയ. കിഴക്കൻ കടൽ എന്ന് വിളിക്കുന്ന മേഖലയിലേക്ക് മിസൈൽ വിക്ഷേപിച്ചു എന്ന് സ്ഥിരീകരിച്ചതായി ദക്ഷിണ കൊറിയയുടെ ജോയിന്റ് ചീഫ് ഓഫ് സ്റ്റാഫ് പറഞ്ഞു. 2 ബാലിസ്റ്റിക് മിസൈലുകളാണ് കണ്ടെത്തിയത്. ഇവ രാജ്യത്തിന്റെ എക്സ്ക്ലൂസീവ് ഇക്കണോമിക് സോണിലൂടെ കടന്നുപോയതായി ജാപ്പനീസ് വാർത്താ ഏജൻസിയായ ജിജി പ്രസും റിപ്പോർട്ട് ചെയ്തു. ഫോർമുല 1 ഇതിഹാസം മൈക്കൽ ഷൂമാക്കറുടെ ആരോഗ്യനിലയിൽ നിർണായക പുരോഗതിയെന്ന റിപ്പോർട്ട്. നീണ്ട 12 വർഷത്തെ അനിശ്ചിതത്വങ്ങൾക്കൊടുവിൽ ഷൂമാക്കർ വീൽ ചെയറിലിരിക്കാവുന്ന അവസ്ഥയിലേക്ക് എത്തിയതായാണ് സൂചന. 2013 ഫ്രഞ്ച് ആൽപ്സിൽ വെച്ചുണ്ടായ അപകടത്തിന് ശേഷം ഷൂമാക്കർ ഇനി ജീവിതത്തിലേക്ക് തിരികെ വരില്ലെന്ന ലോകത്തിന്റെ വിധിയെഴുത്തുകളെ തിരുത്തിക്കുറിച്ചാണ് ഈ പുരോഗതി. ജനേകം ടോപ്പ് 10 ന്യൂസിലൂടെ വീണ്ടും കാണാം. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ജനേകം വെബ്സൈറ്റ്, YouTube ചാനലുകൾ സന്ദർശിക്കുക.